നമസ്കാരം. പുരാതന നഗരമായ ദ്വാരക കണ്ട് മനസ്സ് നിറഞ്ഞു തൊഴുത് നരേന്ദ്രമോദി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കടലിനടിയിലേക്ക് താഴ്ന്നുപോയ ദ്വാരകയുടെ മടിത്തട്ടിൽ ധ്യാന നിമഗ്നനായി ഭഗവാന് മയിൽപീലി സമർപ്പിച്ച് കണ്ണനെ പ്രസാദിപ്പിച്ച് മോദിയിരുന്നു. ഇപ്പോഴും വിസ്മയമായി കടലിനടിയിൽ ദ്വാരക എന്ന പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെ ധ്യാനത്തിലിരുന്നപ്പോൾ പൗരാണിക യുഗത്തിലെ ആത്മീയ ചൈതന്യവും കാലാതീതമായ ഭക്തിയും മനസ്സിൽ അലയടിക്കുന്നതായി അനുഭവപ്പെട്ടുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ദ്വാരക ഭഗവാൻ കൃഷ്ണന്റെ കർമ്മഭൂമിയായിരുന്നു. തന്റെ മാതുലനും മധുര രാജാവുമായിരുന്ന കംസനെ തോൽപ്പിച്ച ശേഷം അദ്ദേഹം ദ്വാരകയിലേക്ക് വരികയും അവിടെ താമസിക്കുകയും ചെയ്തുവെന്ന് ഹൈന്ദവ പുരാണങ്ങൾ രേഖപ്പെടുത്തുന്നു. ദശാബ്ദങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നു. എനിക്ക് പുണ്യനഗരമായ ദ്വാരക ദർശിക്കുവാനുള്ള മഹാഭാഗ്യം ഉണ്ടായി, നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഭാരതത്തിന്റെ പൗരാണിക നാഗരികതയും പാരമ്പര്യവും ചരിത്രപരമായ പ്രാധാന്യവും മനസ്സിലാക്കി പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനങ്ങൾ ജനഹൃദയങ്ങളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ചെങ്കോൽ മുതൽ ഇന്ന് ദ്വാരക വരെയുള്ള ഓരോ കാര്യങ്ങളും തമസ്കരിക്കപ്പെട്ട് കിടക്കുന്ന രാജ്യത്തിന്റെ പുണ്യസ്പന്ദനങ്ങളെ പുനർജീവിപ്പിച്ച് ഓരോ ഹൃദയങ്ങളിലും പ്രതിഫലിപ്പിക്കുകയാണ് നരേന്ദ്രമോദി. ഇത്രനാൾ മറച്ചുവെച്ചതെല്ലാം തുറന്നു കാണിക്കുകയാണ് അദ്ദേഹം. കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇതാണ് യഥാർത്ഥ ഭാരതമെന്ന് ഉറപ്പിച്ചു പറയുന്നു. നേരത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ ദേവഭൂമിയായ ദ്വാരകയും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ബെയ്ത് ദ്വാരക എന്ന ദ്വീപുമായി ബന്ധപ്പെടുത്തുന്ന 2.32 കിലോമീറ്റർ നീളമുള്ള രാജ്യത്തിലെ ഏറ്റവും വലിയ കേബിൾ പാലം ഉദ്ഘാടനം ചെയ്തു. ദ്വാരകയിൽ 4150 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടാണ് അദ്ദേഹം മടങ്ങിയത്.